സോ ഈ ഏകാധിപതിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ആണ്. അതാണ് അയാളുടെ സ്വഭാവം. അതുകൊണ്ട് പാർട്ടിയെ അയാൾ അടക്കി ഭരിച്ചു, സ്ഥാനാർത്ഥികളെ അയാൾ തീരുമാനിച്ചു, എല്ലാം അയാളുടെ തീരുമാനം. അയാൾ ഒരു വാഗണാർ കാറിലാണ് വന്നുകൊണ്ടിരുന്നത് തുടക്കത്തിൽ. ഞാൻ ഈ കാറേ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞു. ആശൻ പിന്നെ ലക്ഷറി കാറിലേക്ക് മാറി. ഞാൻ ഒരു സാധാ വീട്ടിലെ താമസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. 30 കോടി എന്നാണ് CAG റിപ്പോർട്ടിൽ, 45 കോടി എന്ന് നാട്ടുകാർ പറയുന്നു. അങ്ങനത്തെ ഒരു വീട് വെച്ചു മുഖ്യമന്ത്രിക്ക് താമസിക്കാൻ. അതിൽ ടോയ്ലറ്റ് സ്വർണം കൊണ്ടാണ് എന്ന് പറയും. സ്വർണ്ണ നിറമാണ് കണ്ടു കഴിഞ്ഞാൽ, യഥാർത്ഥ സ്വർണ്ണമാണോ എന്നറിയില്ല. ഇതെല്ലാം ചെയ്തു കെജ്രിവാൾ. അപ്പോൾ ഇവരൊക്കെ ആപ്പിലെ ബാക്കിയുള്ളവരൊക്കെ ശ്വാസം മുട്ടിയിരിക്കുകയാണ്. എന്താ ചെയ്യുക? ഇയാളുടെ സാമർഥ്യത്തിന് മുമ്പിൽ അവർക്കൊന്നും ചെയ്യാനും പറ്റില്ല. എന്തെങ്കിലും ചെയ്താൽ അടി കിട്ടും. അതാണ് സ്വാതി മലിവാളിനെ അയാളുടെ ഓഫീസിൽ വെച്ചല്ലേ തല്ലിയത്. അയാളുടെ PA അയാളുടെ MP തല്ലുന്നു. രാജ്യസഭ MP ആണ് അവർ. അവരെ അടിക്കുന്നു, അവർ കരയുന്നു, കേസിന് പോകുന്നു, എന്തെല്ലാം. എന്നിട്ടും അയാൾ കുലുങ്ങാതെ പിടിച്ചു നിൽക്കുന്നു. അതേ PAയുമായിട്ട് പിറ്റേ ദിവസം ബീഹാറിലേക്ക് പറക്കുന്നു. നോബഡി ക്യാൻ ക്വസ്റ്റ്യൻ മീ, ഐ ആം ദ മാസ്റ്റർ. ഇങ്ങനെ ഒരു ഏകാധിപതിയെ കണ്ടിട്ടില്ല. അതേസമയം അയാൾ ജനാധിപത്യത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തിരിഞ്ഞും മോദിയെ ഏകാധിപതി എന്ന് വിളിക്കുന്നു. ഇതാണ് കേജ്രിവാൾ എന്ന പ്രതിഭാസം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ 2% വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. വളരെ സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഒരുപക്ഷെ ഏറ്റവും വിഷം നിറഞ്ഞ വ്യക്തി ഏതാണെന്ന് ചോദിച്ചാൽ അത് കേജ്രിവാളാണ്. അപ്പോൾ ഇനി പഞ്ചാബിലും അയാളുടെ ഭരണം പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി 5 കൊല്ലം കൊണ്ട് ചിലപ്പോൾ ഇല്ലാതെ പോയി എന്ന് വരും. ഇവരൊക്കെ ഓരോ കാരണങ്ങളാൽ വന്ന് ചേർന്ന് ഉണ്ടായിപ്പോയൊരു പാർട്ടിയാണല്ലോ ആം ആദ്മി പാർട്ടി. അങ്ങനെ ഒരു ഐഡിയോളജിക്കൽ ഫൗണ്ടേഷനോ സംഗതിയോ ഇല്ല. റോഡ് നന്നാക്കുക, ഓട വൃത്തിയാക്കുക, ഇതൊക്കെ ചെയ്ത് വോട്ട് മേടിക്കുക, എന്നിട്ട് തോന്നിയാസം കാണിക്കുക. രാജ്യദ്രോഹം കൂടെയാണ് ഈ മനുഷ്യൻ. വാസ്തവത്തിൽ രമേശ് ബിദൂരി, BJPയുടെ സ്ഥാനാർത്ഥി രമേശ് ബിദൂരിയാണ് ആദ്യം പറഞ്ഞത് ഇയാൾ രാജ്യദ്രോഹിയാണെന്ന്. അയാൾ കുറേ ബഹളമൊക്കെ വെച്ചു. രമേശ് ബിദൂരി വാസ് അണ്ടർലൈൻഡിങ്, ഞാൻ വിളിച്ചത് തന്നെയാണ്, നിങ്ങൾ രാജ്യദ്രോഹിയാണെന്ന് പറയും. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ പോയത് വലിയൊരു ആശ്വാസമാണ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം. പഞ്ചാബിൽ നിന്നുകൂടെ ഈ സാധനം അപ്രത്യക്ഷമാകണം എന്നാണ്, അതാണ് ഇതിനൊക്കെയുള്ള പരിഹാരം. ഇപ്പോൾ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 10 വർഷം തുടർച്ചയായി ഭരിച്ചു. അപ്പോൾ കെജ്രിവാളും വിചാരിച്ചത് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഏകാധിപതി ആയതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചിരിക്കുക ഒരിക്കലും ഞങ്ങളെ തൊടാൻ കഴിയില്ല എന്നുള്ളതായിരിക്കും. പക്ഷേ ആ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായിട്ടായിരുന്നു ഇത്തവണ സംഭവിച്ചത്. അപ്പോൾ എന്തൊക്കെയായിരിക്കാം ആം ആദ്മിയുടെ ഈ ഒരു പരാജയത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവുക? ഒന്ന് അവരുടെ അഹങ്കാരമാണ്, വേറൊന്ന് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന. 10 വർഷമായി വിഡ്ഢികളാകുന്നു. ആദ്യത്തെ തവണ 2015 തെരഞ്ഞെടുപ്പിൽ അയാൾ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. 2020 അയാൾ പറഞ്ഞു, എന്നെ മോദി വർക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല, ഒരു ടേം കൂടെ എനിക്ക് തരണം. ഇപ്പോൾ സാധാരണ ഇന്ത്യൻ ജനത ഒരു ടേം കൂടെ കൊടുക്കും, ഒരുപാട് പേർക്ക് ടേം കൊടുക്കും. അങ്ങനെ കൊടുത്ത ആളാണ് നമ്മളുടെ മുഖ്യമന്ത്രി. ഇപ്പോൾ 2ാമത്തെ ടേമല്ലേ ഇരിക്കുന്നത്. ജനങ്ങൾ കൊടുക്കും, ശരി, എന്തോ കുഴപ്പം പറ്റി, വിചാരിച്ച പോലെ പറ്റിയില്ല, അതുകൊണ്ട് ഇരിക്കട്ടെ ഒരു ടേം കൊണ്ട്. അതും കഴിഞ്ഞ് 2ാമത്തെ ടേമിലാണ് ഇയാളുടെ തനിനിറം പുറത്തു വരുന്നത്. ഈ മദ്യനയ അഴിമതി കേസ്, കൊട്ടാരം പോലെ വീട് വെച്ച് കേസ്, അങ്ങനെ അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും ഒക്കെ പെട്ട് ആടി വലഞ്ഞ് ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടായി. ഈ എല്ലാ കാലത്തും ജനങ്ങളെ ഫ്രീ ടിക്കറ്റ് കൊടുത്തൊന്നും അങ്ങനെ മയക്കാനൊന്നും പറ്റില്ല. ആദ്യം ഫ്രീ ടിക്കറ്റ് ഒരു സുഖമാണ്, അത് കഴിഞ്ഞിട്ട് ഈ ഫ്രീ ടിക്കറ്റിന് പകരം ഇവൻ അടിച്ചുകൊണ്ട് പോകുന്ന കാശ് എത്രയാണ് എന്ന് നോക്കുമ്പോൾ ജനങ്ങൾ പറയും, തൻ്റെ ഫ്രീ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അധ്വാനിച്ച് ജീവിച്ചോളാം, താൻ താഴെ ഇറങ്ങും എന്ന് പറയും. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഡൽഹിയിലൊരു ആം ആദ്മിയുടെ, ഡൽഹിയിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഇനിയിപ്പോൾ മൊത്തത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ആം ആദ്മിയുടെ ഭാവിയെ നമുക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ വിലയിരുത്താൻ പറ്റും? പഞ്ചാബിലെ സംഭവ വികാസങ്ങൾ പോലെ ഇരിക്കും. പഞ്ചാബിലും കൂടെ ഇത് വീഴുകയാണെങ്കിൽ നമുക്ക് ആം ആദ്മി പാർട്ടിയുടെ ചരമക്കുറിപ്പ് എഴുതാം എന്ന് തോന്നുന്നു.